ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാം. ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയാലോ? നോക്കാം. ഇതിനായി 2 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ചെറിയ തരികളോടുകൂടെ വേണം കിട്ടാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ. ഈ ബ്രെഡ് ക്രംസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതിനകത്തേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് 2 എണ്ണവും 10 ചിക്കൻ പീസ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്, അതും കൂടെ ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് 2-3 തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു രൂപത്തിൽ കിട്ടുന്നതാണ്. ശേഷം നമുക്കിതിനെ ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്നത് ആ മാവിന്റെ 2ആക്കി പിരിക്കുക. അതിന് ശേഷം നമ്മുടെ കൈയുടെ സെന്ററിൽ ഇട്ടിട്ട് അതിനിങ്ങനെ ഉരുട്ടി ഉരുട്ടി അതാകുമ്പോൾ ഒരു നീളത്തിൽ സോസേജിന്റെ ഒരു ഷേപ്പിൽ കിട്ടുന്നതാണ്. ശേഷം നമുക്കതിനെ കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ശേഷം അതിന്റെ സെന്ററിലായിട്ട് ഒന്ന് പിടിച്ച് ചെറുതായി ഒന്ന് ഞെക്കുമ്പോൾ തന്നെ ചെറിയൊരു ബട്ടർഫ്ലൈയുടെ അത് ആ ഒരു ഷേപ്പ് പോലെ കിട്ടും. ചിന്നൂസിന് കൊടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കുന്നത്. ബാക്കിയുള്ളതിനെ റൗണ്ട് ആക്കിയിട്ട് ചെറുതായി ഒന്ന് വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിക്കുക. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരു നഗറ്റ് എടുക്കുക. അതിനുശേഷം അതിനെ മുട്ടയിൽ മുക്കിയ ശേഷം പിന്നീട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കും. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്ത് വെക്കണേ. വേറൊന്നും കൊണ്ടല്ല, ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എല്ലാം കൂടെ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്ത് വെക്കണം. കുഞ്ഞു കുഞ്ഞു ഷേപ്പാണല്ലോ, അതുകൊണ്ടാണ് നേരത്തെ തന്നെ നഗറ്റ്സ് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കണം എന്ന് പറയണത്. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് അറ്റ് എ ടൈം തന്നെ നമുക്ക് ഒരുപാട് നഗറ്റ്സ് ഇടാൻ പറ്റും. അങ്ങനെ ഞാനൊരു 10 എണ്ണത്തോളം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാച്ച ഒരു ഭാഗം മാത്രം ഫ്രൈ ആവുകയും മറ്റൊരു സൈഡ് ഒന്നും ആവാതിരിക്കുകയും ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നഗറ്റ്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ചിക്കൻ നഗറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടതാണല്ലോ, ഉണ്ടാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കിയ ശേഷം ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ചു. അത് വേറെ ലെവൽ. എനിക്കും അമ്മയ്ക്കും ഇതുണ്ടാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.